നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിയമം എല്ലാവർക്കും ബാധകമാണ്. FC ബാഴ്സലോണയും റയോ വല്ലക്കാനയും തമ്മിൽ നടന്ന മത്സരത്തിൽ ബാഴ്സലോണയുടെ സ്റ്റാർട്ടിംഗ് 11-ൽ യൂൾസ് കൂണ്ടെ ഉണ്ടായിരുന്നില്ല. വലതുപാർശ്വത്തിൽ ഹെക്ടർ ഫോർട്ടാണ് ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്തത്. 18-കാരനായിട്ടുള്ള ഹെക്ടർ ഫോർട്ടിനെയാണ് ഹൻസി ഫ്ലിക്ക് കളിക്കളത്തിലേക്ക് ഇറക്കിയത്. ഒന്നാം സ്ഥാനം പിടിക്കാനുള്ള മത്സരമാണ്. എന്നിട്ടും എന്തുകൊണ്ട് യൂൾസ് കൂണ്ടെ ബെഞ്ചിലുണ്ടായിട്ടും ഹെക്ടർ ഫോർട്ടിനെ ഇറക്കി എന്ന് ആരാധകർക്ക് സംശയമുണ്ടെങ്കിൽ കളിക്ക് ശേഷം അത് കൃത്യമായിട്ട് വിശദീകരിച്ചു ഹൻസി ഫ്ലിക്ക്. നിയമമുണ്ട്, ആ നിയമം എല്ലാവർക്കും ബാധകമാണ് എന്നാണ് കൃത്യമായിട്ട് ഫ്ലിക്ക് ഈ വിഷയത്തിൽ പറയുന്നത്. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നു, കൂണ്ടെ ലേറ്റായി. തീർച്ചയായിട്ടും അവൻ ഇന്നൊരു മാച്ച് ഡേ ആണ്, ലേറ്റായി വന്നു, അതുകൊണ്ടാണ് അവനെ സ്റ്റാർട്ട് ചെയ്യിക്കാതിരുന്നത്. ഇറ്റ്സ് എ മാച്ച് ഡേ. കളിക്ക് മുമ്പ് ഞാൻ 2-3 മീറ്റിംഗ്സ് നടത്താറുണ്ട്. സോ സമയത്ത് വരിക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കൂണ്ടെ ലേറ്റായിരുന്നു, അവിടെ ക്ലിയർ റൂൾ ഉണ്ട്, നിയമമുണ്ട്. അപ്പോൾ നിയമം തെറ്റിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതാണ് കളിക്ക് ശേഷം ഫ്ലിക്ക് പറഞ്ഞത്. പിന്നെ കളിയിൽ സ്റ്റാർട്ട് ചെയ്തില്ല കൂണ്ടെ. 60 മിനിറ്റിന് ശേഷം 66-ാമത്തെ മിനിറ്റിലൊക്കെയാണ് അദ്ദേഹം ഹെക്ടർ ഫോർട്ടിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കളിക്കളത്തിലേക്ക് പോകുന്നത്. നേരത്തെ ഇനാക്കി പെനയുടെ കാര്യത്തിൽ ഇതേ രൂപത്തിൽ ട്രെയിനിങ്ങിനൊക്കെ വൈകിയെത്തിയത് കൊണ്ട് മാറ്റി ഷെസ്നിയെ കളത്തിലിറക്കി. പിന്നെ സംഭവിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏത് വമ്പൻ താരമാണെങ്കിലും തൻ്റെ റൂള് തെറ്റിച്ചാൽ ഇതായിരിക്കും അനുഭവമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയാണ് ഹൻസി ഫ്ലിക്ക്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.